20 മണിക്കൂർ കൊണ്ട് എന്ത് പുതിയ സ്കില്ലും പഠിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ ഉക്ലീല എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഗിത്താർ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുന്നത് ജോഷ് കോഫ്മാൻ 20 മണിക്കൂർ കൊണ്ട് എങ്ങനെ പഠിച്ചെന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. എന്നിട്ട് ആ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് പുള്ളി പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ടൊക്കെ നൈസാണ്. ജോഷ് കോഫ്മാൻ 20 മണിക്കൂർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ? ഒരു മാസത്തിൽ ഓരോ ദിവസവും 45 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. എല്ലാ ദിവസവും പഠിക്കുന്നില്ല, കുറച്ച് ദിവസം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ സ്പെൻഡ് ചെയ്ത് 20 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു 20 മണിക്കൂർ 4 സിമ്പിൾ സ്റ്റെപ്പിലൂടെയാണ് പുതിയൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടി മാറ്റിയേക്കേണ്ടത്. ഈ 4 സിമ്പിൾ സ്റ്റെപ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഒരു സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഫുട്ബോൾ എന്ന് പറഞ്ഞ സ്കില്ല് പഠിക്കുന്ന എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഡീകൺസ്ട്രക്ട് ദ സ്കില്ല്. ഫുട്ബോളിൽ കുറേ കാര്യങ്ങളുണ്ട്. ബോൾ പാസ് ചെയ്യൽ, ഷൂട്ട് ചെയ്യൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ബേസിക്കും സിമ്പിളായിട്ടുള്ള സാധനം എന്ത് ചെയ്യുക? ഫസ്റ്റ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ബോൾ പാസ് ചെയ്യണത് ഫസ്റ്റ് എടുക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ലേൺ ഇനഫ് ടു സെൽഫ് കറക്റ്റ്. നിങ്ങൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വായിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടൊക്കെ വരുന്നത് വിചാരിക്കുക. ആ കണ്ടുവരുന്ന സാധനം എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ആദ്യം തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ കറക്റ്റ് ആവണമെന്നില്ല ഷൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക, പിന്നെയും പ്രാക്ടീസ് ചെയ്യുക, പിന്നെയും ഇമ്പ്രൂവ് ചെയ്യുക. അതിന് പകരമായിട്ട് ഒരിക്കലും ഷൂട്ട് ചെയ്യണത്, പാസ് ചെയ്യണത്, കോർണർ സെറ്റ് ചെയ്യണത് ഇതെല്ലാം വായിച്ച് പഠിച്ച് കണ്ടുപഠിച്ച് അതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്യണമെന്ന മൈൻഡ് സെറ്റ് ഒരിക്കലും പാടില്ല. പഠിക്കുന്ന കാര്യം അപ്പം തന്നെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക, മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക, പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ദ പ്രാക്ടീസ് ബാരിയേഴ്സ്. അഥവാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അവിടെ വരുന്ന ഡിസ്ട്രാക്ഷൻസ്, അഥവാ ഫോണായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്ത് ഡിസ്ട്രാക്ഷൻ ആയിക്കോട്ടെ, അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സ്കില്ല് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം 45 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് 20 hours. അഥവാ ഓരോ ദിവസവും 45 മിനിറ്റ് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സ്കില്ല് പഠിക്കാൻ മാത്രം മാറ്റി വെക്കുക. അഥവാ ഒരു ദിവസം 45 മിനിറ്റ് എന്ത് ചെയ്യുക? ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഈ ഒരു 4 സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റുമെന്നാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു ലോങ് വീഡിയോ ആണ്, ഞാൻ ഇല്ലാന്ന് പറയണില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും? പുതിയൊരു സ്കില്ല് പഠിക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ്സ് ഇറ്റ്.